KPL പാട്ടുപുര കലാകഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം കിട്ടാതെ പോയ കലാപ്രേമികൾക്കും ആസ്വാദകർക്കുമായി മണർകാട് KPL പാട്ടുപുര. ഈ പാട്ടുപുരയിൽ ആർക്ക് വേണമെങ്കിലും വന്ന് പാടാം എന്നത് KPL പാട്ടുപുരയുടെ മാത്രം പ്രത്യേകതയാണ്. മണർകാട് കൊച്ചുപറമ്പിൽ ശ്രീ മാത്യു ജേക്കബിൻ്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞ KPL പാട്ടുപുര എന്ന ഈ ഗാനമേള ഇന്ന് വന്നെത്തിയിരിക്കുന്നത് കോട്ടയം ഗ്രാമറ്റം എന്ന പ്രദേശത്തെ അമ്മ വീട്ടിലാണ്. ുള്ള കൊച്ചുപറമ്പിൽ ശ്രീ മാത്യു ജേക്കബിൻ്റെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മണി മുതലാണ് KPL പാട്ടുപുരയുടെ വേദി ഒരുക്കിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴി ഇവരുടെ പാട്ടുകൾ കേട്ട് പലരും അവരുടെ വീടുകളിലും മറ്റുമായുള്ള ആഘോഷങ്ങൾക്ക് ഗാനമേള നടത്തുവാൻ ഇവരെ ക്ഷണിക്കുന്നു. അങ്ങനെയാണ് KPL പാട്ടുപുര ഓർക്കസ്ട്ര എന്ന ഗാനമേള ട്രൂപ്പിൻ്റെ പിറവി. ഗാനമേളയിൽ നിന്ന് കിട്ടുന്ന പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാണ് ഇവർ ഉപയോഗിക്കുന്നത്. ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ പ്രതിഫലിച്ച് കൂടാതെ ആ പണം ചാരിറ്റിക്കായി സംഭാവന ചെയ്യുന്നു. വൃദ്ധസദനങ്ങളിലും ഓർഫനേജുകളിലും ഗാനമേള നടത്തി അന്തേവാസികളെ സന്തോഷിപ്പിക്കുകയും അതോടൊപ്പം 5000 രൂപയിൽ കുറയാതെ ഒരു നേരത്തെ ഭക്ഷണത്തിനായി അവിടെ കൊടുക്കുകയും ചെയ്യുന്നു. വളരെ ബഹുമാനപ്പെട്ട മഠത്തിൽ തോമസ് നമ്മുടെ അമ്മയുടെ മറ്റു ഭാരവാഹികൾ, ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ അമ്മ വീട്ടിൽ KPL പാട്ടുപുര ഓർക്കസ്ട്രയ്ക്ക് ഒരു ഗാനമേള നടത്തുവാനായി നിങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതാണ്. പ്രിയപ്പെട്ട അച്ഛനോടും ഇതിൻ്റെ കമ്മിറ്റിക്കാരോടും ഇതിൻ്റെ ഭാരവാഹികളോടുള്ള സ്നേഹത്തോടെയുള്ള നന്ദിയും ഞങ്ങൾ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. KPL പാട്ടുപുരയെ കുറിച്ച് ഒരു വാക്ക്. മണർകാടിനെതിരായി പ്രവർത്തിക്കുന്ന KPL ഗ്രൂപ്പിൻ്റെ ഡയറക്ടർ ശ്രീ മാത്യു ജേക്കബ്, നമ്മൾ സ്നേഹത്തോടെ ബാബു കൊച്ചുപറമ്പിൽ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബാബു, കഴിഞ്ഞ 4 മാസം മുമ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഇന്ന് KPL പാട്ടുപുരയായി ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ നാട്ടിൽ പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർ, പാട്ട് പാടാൻ അറിയാവുന്നവർക്ക് KPL പാട്ടുപുരയിലേക്ക് എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 7 മണി വരെ അദ്ദേഹത്തിൻ്റെ ഭവനാങ്കണത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പാട്ടുപുരയിലേക്ക് കടന്നു വന്ന് ആർക്ക് വേണമെങ്കിലും പാട്ട് പാടാം. അതിന് വേണ്ടുന്നതായ സൗണ്ട് സിസ്റ്റമൊക്കെ പ്രിയപ്പെട്ട ബാബു അവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 7 മണി വരെ അവിടെ നിൽക്കുന്ന പാട്ടുപുരയിലേക്ക് ഞാൻ എല്ലാവരെയും ഭാഗമായി സ്വാഗതം ചെയ്യുക. പാട്ട് പാടാൻ അറിയണമെന്നൊന്നുമില്ല. പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരും പാട്ടിനെ സ്നേഹിക്കുന്നവരും ഒക്കെ കടന്നു വരാം. നമുക്ക് അവിടെ ആർക്കും വേണമെങ്കിൽ അവിടെ ഒന്ന് പാട്ട് പാടാം. അവിടെ പാട്ട് പാടുന്ന കലാകാരന്മാരാണ് ഇന്നിവിടെ വന്ന് ഈ ഗാനമേള അവതരിപ്പിച്ചത്.
ഇതിനകത്ത് ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യമാണ്, ഞങ്ങൾ പല സ്ഥലങ്ങളിലും ഞങ്ങളെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3-4 പ്രോഗ്രാം ഞങ്ങൾ വെളിയിൽ ചെയ്തു. അപ്പോൾ അവിടുത്തെ ഞങ്ങൾക്ക് ഒരു ചെറിയ തുക ഡൊണേഷനായിട്ട് അവർ തരാറുണ്ട്. അപ്പോൾ ഈ തരുന്ന തുക എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൂട്ടായ ഒരു ആലോചന വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പ്രിയപ്പെട്ട ബാബു തന്നെ ഒരു ഐഡിയ പറഞ്ഞു, നമുക്ക് കിട്ടുന്ന പൈസ ചാരിറ്റി ആയിട്ട് നമുക്ക് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും അനാഥാലയങ്ങൾക്കോ വൃദ്ധസദനങ്ങൾക്കോ ശിശുഭവനങ്ങൾക്കോ ഒക്കെ നമുക്ക് കിട്ടുന്ന പൈസ ചാരിറ്റി ആയിട്ട് കൊടുക്കണമെന്നുള്ള അഭിപ്രായം ബാബു പറഞ്ഞതനുസരിച്ച് അവിടെ കൂട്ടിയിരുന്ന എല്ലാവരും അത് കൈവരിച്ച് പാസ്സാക്കി അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ കിട്ടിയ ഒരു 4-5 പ്രോഗ്രാം ഞങ്ങൾ ഇപ്പോൾ ചെയ്തു. അപ്പൊ ആദ്യം ഞങ്ങൾ കിട്ടിയ ഒരു ചെറിയ തുക ഞങ്ങൾ ആശ്രയ സ്നേഹ വീട് എന്ന് പറയുന്ന ഒരു സ്ഥാപനം അരിപ്പുറമിൽ കിടക്കുന്നുണ്ട്. അവിടെ 35 അന്തേവാസികളുണ്ട്. അവിടെ ഞങ്ങളൊരു ചെറിയ തുക സംഭാവനയായി കൊടുത്തു. അവിടെ ഞങ്ങളൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ അമ്മ വീട്ടിൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം നടത്താൻ ആവശ്യം ലഭിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് 2-3 പ്രോഗ്രാമിലൂടെ കിട്ടിയതായ ചെറിയൊരു തുക ഇവിടെ ഞങ്ങളെ ബഹുമാനപ്പെട്ട അച്ഛനെ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിന് നിങ്ങളുടെ പ്രോത്സാഹനം ആവശ്യമാണ്. കാരണം ഞങ്ങളുടെ ഈ പാട്ട് പാടാൻ ഇവിടെ വന്ന് പാട്ട് പാടിയ നമ്മുടെ ഈ കലാകാരന്മാരും ഒരു പൈസ പോലും പ്രതിഫലം കൈപ്പറ്റുന്നവരല്ല. ഞങ്ങൾ എവിടെ പ്രോഗ്രാം നടത്തിയാൽ അവിടെ എല്ലാം ഇവിടെ പാടിയ ഈ പാട്ടുകളെല്ലാം തീർത്തും അത് ഫ്രീ ആയിട്ട് ഒരു പൈസ പോലും കൈപ്പറ്റാതെ ആണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. അവർക്ക് ആർക്കും ഒരു പൈസ പോലും പ്രതിഫലം വേണ്ട. കാരണം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പൈസ ചാരിറ്റിക്കായിട്ട് വിനിയോഗിക്കണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഞങ്ങൾക്കുള്ളത് കൊണ്ട് എവിടെ പ്രോഗ്രാം നടത്തിയാലും അവിടെ എല്ലാം ഒരു പൈസ പോലും വാങ്ങാതെ ഞങ്ങൾ ഒന്ന് പാടിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മൈക്ക് സെറ്റ് പ്രിയപ്പെട്ട ടോമി ചേട്ടൻ്റെയാണ്. ടോമി ചേട്ടൻ ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെയാണ് ഈ മൈക്ക് സെറ്റുമായിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഈ പ്രോഗ്രാം തീരുന്നതുവരെ ഇവിടെ ഇരുന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും ഒരു പൈസ പോലും ഞങ്ങൾക്ക് വാങ്ങാറില്ല. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവസന്നിധിയിൽ ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അതിൻ്റെ വലിയ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ ഈ വേദിയിലേക്ക് കടന്നു വരണം. ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ആ ഒരു തുക അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് എൻ്റെ രക്ഷാധികാരി പ്രിയപ്പെട്ട ബാബു ഇങ്ങോട്ട് കടന്നു വന്ന് നമുക്ക് ഈ തുക അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ തുക ഞങ്ങളുടെ രക്ഷാധികാരി പ്രിയപ്പെട്ട അച്ഛനെ ഏൽപ്പിക്കുകയാണ്. KPL പാട്ടുപുര ഓർക്കസ്ട്രയുടെ പ്രസിഡന്റായി ശ്രീ മാത്യു ജേക്കബ് കൊച്ചുപറമ്പിലും രക്ഷാധികാരിയായി ശ്രീ KA ജേക്കബ് കൊച്ചുപറമ്പിലും ശ്രീ ജോയി C ചെറിയാൻ വാണിയപ്പുരയ്ക്കൽ സെക്രട്ടറിയായും ജോൺസൺ ചെറിയാൻ എട്ടാറുവേലിൽ ട്രഷററായും പ്രോഗ്രാം കോർഡിനേറ്ററായി ബൈജു മറ്റത്തിലും സേവനമനുഷ്ഠിക്കുന്നു. പാട്ടുപുരയിൽ എത്തുന്നവർക്ക് സാമ്പത്തിക ചിലവുകൾ ഒന്നും തന്നെയില്ല. പ്രവേശനം തികച്ചും സൗജന്യം എന്നത് മറക്കണ്ട. KPL പാട്ടുപുര ഓർക്കസ്ട്രയിലെ കലാകാരന്മാർ ശ്രീ മാത്യു ജേക്കബ് കൊച്ചുപറമ്പിലെ നേതൃത്വത്തിൽ ഗ്രാമറ്റം അമ്മ വീട്ടിലെ അന്തേവാസികൾക്ക് പ്രതിഫലം ഒന്നുമില്ലാതെ ഗാനസന്ധ്യ നടത്തുകയും ചാരിറ്റിക്കായി സമാഹരിച്ച സംഭാവന അമ്മ വീടിന്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട മറ്റത്തിലച്ഛന് നൽകുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്.
നമുക്കുണ്ടായിരിക്കട്ടെ. ഈ പാടുള്ള ഓർക്കസ്ട്രയുടെ ഭാരമായ പ്രത്യേകിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പേര് കുറേ പേര് അറിയാത്ത പേര് പറയാൻ ആവശ്യമില്ലല്ലോ. ഭാരവാഹികളും പ്രവർത്തകരുമായവരുണ്ട്. പുതിയൊരു അനുഭവമാണ് ഈ കാലഘട്ടത്തിൽ. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ ഇത്രയൊരു വലിയൊരു സംരംഭമാണ് എനിക്ക് മനസ്സിലായിരുന്നില്ല. നമ്മൾ വിളിച്ച് ഒരു മാസം മുമ്പ് നടത്തുന്ന കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഭാരവാഹികളായിട്ടൊന്ന് എനിക്ക് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് അത് മാറ്റി വെക്കേണ്ടി വന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, എല്ലാവരോടെ സംസാരിച്ചിട്ടുണ്ട്, നോക്കാവുന്നതാണ്. ഏതായാലും ഈ ഒരു സംരംഭം ഈ കാലഘട്ടത്തിൽ ഒത്തിരി നമുക്ക് ഈ സമൂഹത്തിന് ഒരു അനുഭവമാണ്. ഞാൻ കുറച്ച് പാട്ടുകളൊക്കെ കേട്ടായിരുന്നു. അത് ഒത്തിരി വലിയൊരു അനുഭവമായിട്ട് തോന്നി. ആദ്യമായി കേൾക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് ആദ്യം ഇവിടെ എത്താൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അതിനുള്ള ഒരു ശ്രമമുണ്ട്. അതിനാൽ ഞാൻ ഈ ഓർക്കസ്ട്ര ഈ ഗ്രൂപ്പിന് എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. നമ്മളിപ്പോൾ ഒരു സംഭാവന തോന്നുന്നു. 1 രൂപ അങ്ങോട്ട് വന്നാലും അത് വലിയ തുകയാണ്. ഈ കവർക്കാർക്ക് ഒത്തിരി പൈസ ഉണ്ടായിരുന്നു. ചെറിയ സംഭാവനയല്ല, വലിയൊരു സംഭാവനയാണ്. പിന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അങ്ങോട്ട് നന്ദി പറയുന്നു. ഇവിടുത്തെ നമ്മുടെ പാഠശാലയെ ഉൾപ്പെടുത്തി നല്ല പാട്ടായിരുന്നു എന്നോട് പറഞ്ഞു. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ ഈ ഓർക്കസ്ട്രയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. വിദേശ ലക്ഷ്യങ്ങളൊക്കെ നമ്മളെ യുവജാനോട് വിവരിച്ചായിരുന്നു. ഏറ്റവും ഏറെ നല്ല കാര്യം തന്നെയാണ് ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നവർക്ക്, പ്രയാസപ്പെടുന്നവർക്ക്, അതുപോലെ ഉള്ള ആൾക്കാർക്കൊക്കെ സഹായം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രതിഫലം കൂടാതെയാണ് തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. സ്വർഗത്തിൽ അതൊക്കെ വലിയ നിക്ഷേപമുണ്ട്, അതിന് യാതൊരു സംശയവുമല്ല. ഇവിടെ നിങ്ങൾ വളരെ അധികം ആത്മാർത്ഥമായിട്ട് പ്രതിഫലിച്ച് കൂടാതെ അനേകർക്ക് സന്തോഷകരമായ കാര്യങ്ങൾ നടത്തുന്നു. ദൈവം അവിടെ പ്രസാദിക്കും. അനേകർക്ക് അസ്വാഭാവികമായ കാര്യങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് കൃപാവകാശം ഉണ്ടാവും. ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പിന് പ്രത്യേകം ഭാവങ്ങൾ നേരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ചുക്കാൻ പിടിക്കുന്ന ചോദിച്ചാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാധിയായ ചോദിച്ചാൽ എല്ലാവരോടുമുള്ള പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്നേഹവും സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട്
ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാനുമായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി ഷെയർ ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് മീനു സൈനിങ് ഓഫ്. ബൈ.